വെൽക്കം പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു വർക്ക് വീഡിയോ നമ്മൾ ചെയ്യുന്നത്, അതായത് റിപ്പയറിംഗ് വീഡിയോ ചെയ്യുന്നത്. കാരണം കുറേ ദിവസം നമ്മൾ അൺബോക്സ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ വർക്കിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളൊരു റിപ്പയർ വീഡിയോ ചെയ്യുന്നത്, അതായത് വലിയ ഗ്രൈൻഡർ, അതായത് നമ്മൾ ടൈലല്ല, നമ്മൾ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന വലിയ ഗ്രൈൻഡർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് ആദ്യം ഏത് ഭാഗത്തോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ, ഇങ്ങനെ അത് റിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ഏത് ഭാഗങ്ങളാണ് നോക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഇത് ഇളക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്ത്, ഈ കംപ്ലൈൻറ്റ് ആണെങ്കിൽ 100% നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എടുത്ത ബെല്ലൈക്കൺ നാളായിട്ട് നടക്കുക, എന്നാലും ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ട് ലൈക്ക് ചെയ്താൽ മറന്നു, ലൈക്ക് തന്നെ കാണുന്നത് നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ വീട്ടിൽ നമ്മൾ നേരെ അപ്പോൾ ഈ മഹിന്ദ്ര ഗ്രൈൻഡർ നമ്മൾ ഇന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അവിടെ വർക്കിൽ നിന്ന് പണിക്കാർ പറഞ്ഞാൽ ഇത് വർക്കാവുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് വലിയതായിട്ട് ഓടിയിട്ടില്ല, പുതിയ ഗ്രൈൻഡറാണ്, ഇതൊന്നും ഓടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ് കംപ്ലൈൻറ്റ് നോക്കാം. അതിന് ഇതിൻ്റെ പവറൊന്ന് ആദ്യം കിട്ടി നോക്കാം. നമ്മൾ കോൺക്രീറ്റ് കട്ട് ചെയ്യാനൊക്കെയാണ് സാധാരണ കൂടുതൽ ഈ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് കോൺക്രീറ്റ് കട്ട് ചെയ്തെടുക്കാം. നല്ല ഇതിൻ്റെ ബ്ലേഡൊക്കെ കണ്ടാൽ നല്ല ഷാർപ്പ് ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ്. അതാ പവർ അവിടെ കുട്ടാൻ പോവുകയാണ്. സ്വിച്ച് ഓഫാക്കി പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് പവർ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രൈൻഡർ ഓണാക്കി വെക്കാം. ഇതാ വർക്കാവുന്നില്ല, ഇവിടെ കാണാം, ഗ്രൈൻഡറാക്കി വർക്കാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പവറൊക്കെ ഓടിയിട്ടതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ഇളക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യാം അതിൻ്റെ കാർബണാണ്. എന്ന് വെച്ചാൽ ഇത് ആരൊക്കെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോയി യൂസ് ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി എത്രത്തോളം യൂസ് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മളതിൻ്റെ കാർബൺ ആദ്യം ഒന്ന് ഇളക്കി നോക്കണം. കാർബൺ പോയിട്ടുണ്ടാകുന്നു. നമുക്ക് കാർബൺ ഈ സൈഡിലും അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ആക്കുവാണെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. കാർബൺ ഈ സൈഡിലും അത് കണക്ക് ഇപ്പുറ സൈഡിലും രണ്ട് സൈഡിലായിട്ടാണ് കാർബൺ ബ്രഷ് ഇരിക്കുന്നത്. ഈ രണ്ട് സൈഡ് നമുക്കത് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. നമ്മൾ ചരിച്ച് വെച്ചതിന് ശേഷം ശേഷം നമുക്ക് ഇവിടെ നൂരാം. ആദ്യം കാർബൺ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാർബൺ ചെക്ക് ചെയ്തിട്ട് കാർബൺ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സൈഡ്, അതായത് ഈ ഭാഗം മോട്ടർ ഇളക്കി നോക്കാറുള്ളൂ. അനാവശ്യമായിട്ട് ഇതിളക്കി നോക്കുമ്പം കാർബണാണ് കംപ്ലൈൻറ്റ് ഉണ്ടായി. പിന്നെ നിങ്ങൾക്ക് ഡബിൾ പണി ആയിട്ട് ടൈറ്റ് ചെയ്യണം. പിന്നെ വീണ്ടും തയ്ക്കണം. ആദ്യം കാർബൺ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഇളക്കാൻ എളുപ്പമാണ്. കാർബൺ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് മാറി എടുത്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് ഇത് കണക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർബൺ ഇവിടെ കാർബൺ ഇരിക്കുന്നത്, കാർബൺ പതുക്കെ ഊരിയെടുക്കാം. കാർബൺ ഊരിയെടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ കാർബൺ ഓൾമോസ്റ്റ് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇനി വലുതായിട്ടൊന്നും ഇല്ല തേഞ്ഞ് തീരാനായിട്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇത്രത്തോളം കാർബൺ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അപ്പുറത്തെ സൈഡിൽ എടുക്കാം. ഒന്ന് ജസ്റ്റ് തിരിച്ചു വെച്ചതിന് ശേഷം ഈ സൈഡിൽ ഇതേ കണക്ക് നമുക്ക് ഊരിയെടുക്കാം. ഈ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ നിങ്ങൾക്കാണ് ഇവിടുത്തെ ഈ മുട്ടൊക്കെ ആ സ്പ്രിങ്ങിൻ്റെ ഇതൊക്കെ പൊട്ടി വെളിയിൽ ചെന്നിട്ടുണ്ട്. ആർമേച്ചറിൽ പിടിച്ചിട്ടില്ല, ഭാഗ്യം ആർമേച്ചർ പിടിച്ചിട്ടില്ല. ഇതൊന്നും രണ്ട് ആർമേച്ചറിൽ കംപ്ലൈൻറ്റ് ഇല്ല. കാർബൺ ഇത് മൊത്തത്തിൽ പോയി. കാർബൺ ഇത് ഒട്ടുമില്ല, ഇവിടെ കാണാം. ഇതാണ് എൻ്റെ സ്ഥിതി. കാർബൺ മൊത്തത്തിൽ പോയി. അത് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ആർമേച്ചറിൻ്റെ ആകെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആർമേച്ചറിൻ്റെ ആകം. വലുതായിട്ടൊന്നും പ്രശ്നമില്ല, പിടിച്ചിട്ടില്ല, കുഴപ്പമില്ല ആർമേച്ചർ. ഓക്കെ, നമുക്ക് പുതിയ കാർബൺ എടുക്കാം. സ്റ്റോറിൽ നമ്മൾ പണി ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ കാർബൺ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കാർബൺ എടുക്കാം. നമ്മൾ പുതിയ കാർബൺ എടുക്കാൻ പോവുകയാണ്. ആണ് പുതിയ കാർബൺ. അപ്പോൾ പുതിയ കാർബൺ എടുത്തിട്ടുണ്ട്. അവിടെ കാണാം. കാർബണിൻ്റെ നമ്പർ വരുന്നത് 204 ആണ്. കാർബണിൻ്റെ നമ്പർ പറഞ്ഞാൽ ഇവിടെ കാണാൻ 204 ആണ് കാർബണിൻ്റെ നമ്പർ വരുന്നത്. നമ്മളിവിടെ കാർബൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർബൺ ഇടാം. വളക്കെടുത്ത് തന്നെ നമ്മൾ കാർബൺ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് ഈ ഗ്രൂ കണക്കുള്ള വെട്ട്. അതിൽ കറക്റ്റ് ഈ രണ്ട് പിന്നണക്ക് താന്നിരിക്കുന്നത് കറക്റ്റ് അതിൽ പോകണം. എന്നാലും കറക്റ്റ് സീറ്റിങ് ആവുള്ളൂ. നോക്കില്ല, ഇതേ കണക്ക് താന്നിരിക്കണം.
നമുക്ക് ഇനി ആ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാം. ആ കാർബൺ കയറ്റി ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. നമ്മൾ കാർബൺ കയറ്റി ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊക്കെ ഓപ്പോസിറ്റ് സൈഡും തിരിച്ച ശേഷം നമുക്ക് ഇപ്പർ സൈഡിൽ കാർബൺ ഇടാം. നേരത്തെ ഇട്ട് കണക്കിന് ഇത് കണക്കിട്ടിടാം. ഇപ്പർ സൈഡിൽ കാർബൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ടൈറ്റ് ചെയ്യാം. നല്ല ഇതായിട്ട് ചെയ്യാം. ഇനി നമുക്ക് മിഷൻ ഓണാക്കി നോക്കാം. മിഷൻ ഒന്ന് ഓണാക്കി നോക്കാം. അതായത് നമ്മളിപ്പോൾ മിഷീൻ്റെ പവർ എടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. പവർ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് മിഷൻ ഓണാക്കാം. ഇനിയിപ്പോൾ നമ്മൾ പവറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഷൻ ഇതാ ഓണാക്കാം. എന്താ സ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് വർക്കാവുന്നുണ്ട്, ഇന്നിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളിപ്പോൾ ആദ്യം ഇത് ഇളക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ചുമ്മാ ഇത് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെയുള്ള ഗ്രൈൻഡറെ കിട്ടാവുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റിൽ ഗ്രൈൻഡർ ആയാലും ജാക്കിയാമായാലും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കാർബൺ ആദ്യം ഇളക്കി നോക്കണം. ഇവിടെ കാണാം ഈ 2 കാർബൺ പോയ കാർബണാണ്. കാർബൺ ഇളക്കി നോക്കി കാർബൺ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ മാത്രം ഏകദേശം ഓൾമോസ്റ്റ് കാർബൺ ഇതാ ഇത്രയെങ്കിലും ഈ കയ്യിൽ എത്രയെങ്കിലും നീളത്തിൽ നിൽക്കണം. എന്നിട്ടാണ് കറങ്ങാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കാർബണിൻ്റെ കംപ്ലയിൻ്റ് അല്ലെന്നുള്ളത്. ഇത്രയൊക്കെ പോയി കഴിഞ്ഞാൽ കാർബണിൻ്റെ കംപ്ലയിൻ്റ് നോക്കി ഇതിലൊന്നുമില്ല. ഇത് പൊട്ടി ഏകദേശം ഇത്രയും പൊട്ടി പോയി അതിൻ്റെ സ്ക്രൂ എല്ലാം വെളിയിൽ പൊട്ടീൻ്റെ ഇതൊക്കെ വെളിയിൽ വന്നു, സ്പ്രിങ്ങെല്ലാം വെളിയിൽ വന്നു. അപ്പം ഇത് കാർബൺ കംപ്ലയിൻറ്റ് കാർബൺ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ടെക്നീഷ്യൻ്റെ സഹായമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലേക്ക് ആളാക്കിടാൻ മറക്കരുത്. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂട്ടം നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.